നമസ്കാരം. ചെറുപ്പകാലത്ത് താനൊരു ആത്മാന്വേഷിയായിരുന്നെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയ അഭിമുഖത്തിലാണ് കൗമാരകാലത്തെ സന്യാസ സമാനമായ ജീവിതത്തെക്കുറിച്ച് മോദി വെളിപ്പെടുത്തിയത്. അക്കാലത്ത് തനിക്ക് കൗതുകം കൂടുതലും വ്യക്തത കുറവുമായിരുന്നെന്ന് മോദി അവകാശപ്പെടുന്നു. 17 വയസ്സാണ് പ്രായം. അന്ന് ഹിമാലയ സാനുക്കളിൽ വെച്ച് സൈനികരെ കാണാനിടയായി. ഇതാണ് രാജ്യത്തെ സേവിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ വളർത്തിയത്. പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് സന്യാസികളുമായി താൻ ഏറെ ഭൗതിക വിചാരങ്ങൾ നടത്തി. ഈ ലോകത്ത് തനിക്കറിയാത്ത ഒരുപിടി കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ദൈവത്തിൽ അർപ്പിച്ചതുകൊണ്ടാണ് താൻ 17 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയതെന്ന് മോദി പറഞ്ഞു. അതേസമയം തന്റെ ഭാര്യയെക്കുറിച്ച് മോദി അഭിമുഖത്തിൽ നിശബ്ദത പാലിച്ചു. അമ്മ തന്നെ മധുരം നൽകിയും നെറ്റിയിൽ തിലകമണിയിച്ചുമാണ് ഹിമാലയത്തിലേക്ക് വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിമാലയത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പ് എല്ലാ ദിവസവും ഉണർന്ന് വെള്ളം ചൂടാക്കുക പോലും ചെയ്യാതെ കുളിച്ചിരുന്നെന്ന വെളിപ്പെടുത്തലും പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. മരവിപ്പിക്കുന്ന തണുപ്പാണ് വെള്ളത്തിനുണ്ടായിരുന്നതെങ്കിലും തനിക്കത് ഊഷ്മളമായ അനുഭൂതിയായിരുന്നു ഉണ്ടാക്കിയതെന്നും മോദി പറയുന്നു. പ്രപഞ്ചത്തിന്റെ താളവുമായി എങ്ങനെ കൂടിച്ചേരണമെന്ന് തന്നെ സന്യാസിമാർ പഠിപ്പിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് താനെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ ഉള്ളിലെ എല്ലാ അഹമ്മതിയും ഇല്ലാതാകുമെന്ന് മോദി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. താൻ ലൈബ്രറിയിൽ പോകുമായിരുന്നെന്നും കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുമായിരുന്നെന്നും മോദി പറയുന്നുണ്ട്. 8ാം വയസ്സു മുതൽ ശാഖയിൽ പോയി തുടങ്ങി. 9ാം വയസ്സിൽ ഗുജറാത്തിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാൻ 1 ലക്ഷം ഭക്ഷണ കേന്ദ്രം ഒരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടതായും പ്രധാനമന്ത്രി പറയുന്നു. താൻ പിതാവിന്റെ ചായക്കടയിൽ സഹായിക്കാൻ നിന്നിരുന്ന ഒരു കാര്യം ഈ അഭിമുഖത്തിലും മോദി ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് ഈ വർഷത്തെ 2ാമത്തെ അഭിമുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് വിമുഖത കാണിക്കുന്നതിൽ വിമർശനങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലം കൂടി ഈ അഭിമുഖങ്ങൾക്കുണ്ട്. തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഈ അഭിമുഖത്തിന്റെ 1ാം ഭാഗത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി 3 ഭാഗങ്ങൾ വരാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.